നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് എന്ത് പറഞ്ഞു? അൺകണ്ടീഷണൽ, കണ്ടീഷണൽ എലക്ഷൻ പറഞ്ഞു. നമുക്ക് മനസ്സിലായി കണ്ടീഷണൽ എലക്ഷൻ ആണെങ്കിൽ എന്തുണ്ട്? ഒന്നത് എന്താണ്? ഗ്രേസ് അല്ല. രണ്ടത് എന്തല്ല? ഫ്രീ അല്ല, റിവാർഡാണ്. അതുകൊണ്ട് തന്നെ അത് ബിബ്ലിക്കൽ സ്റ്റാൻഡേർഡിലെ സാൽവേഷൻ എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. മൂന്നെന്താണ്? അത് നമുക്ക് പ്രൈഡിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടീഷണൽ തള്ളി അൺകണ്ടീഷണൽ വരികയും, അൺകണ്ടീഷണൽ ആയതുകൊണ്ട് തന്നെ എനിക്കിത് എന്താണെന്ന് പോലും അറിയാത്തതുകൊണ്ട് എനിക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ക്രൂശിൻ്റെ മുന്നിൽ പോയി എന്ത് ചെയ്യുക? കമിഴ്ന്ന് വീഴുക, എന്നെ എന്ത് ചെയ്തതിന്? തിരഞ്ഞ് എടുത്തതിന്. അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു സാധനത്തിലോട്ട് വന്നു. എന്ത്? അറ്റോൺമെൻറ്റ്. അറ്റോൺമെൻറ്റിൽ നമ്മൾ പറഞ്ഞ എന്താണ്? യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്താണ്? മുഴുവൻ ലോകത്തിനും എന്ന് പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രീ എറ്റേണൽ കൗൺസിലിൽ പിതാവ് പുത്രൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞു? നീ പോയിട്ട് ഇവരെ എന്ത് ചെയ്യണം? രക്ഷിച്ചോണ്ടേ വരാൻ പറഞ്ഞു. ആ ലിസ്റ്റിലുള്ളവരെയാണ് എന്ത് ചെയ്തത്? ക്രൂശിൽ വഹിച്ചതെന്നും അവർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചതെന്നും അതുകൊണ്ട് തന്നെ അവർക്കാണ് എന്ത് എഫക്റ്റീവായിട്ട് വന്നത്? ക്രൂശീകരണം എഫക്റ്റീവായിട്ട് വന്നത്. ലിമിറ്റഡ് അറ്റോൺമെൻറ്റ് എന്താണ് പഠിപ്പിക്കുന്നത്? ഇറ്റ് വാസ് സഫിഷ്യൻറ്റ് ഫോർ ഓൾ ബട്ട് ഇറ്റ് ഈസ് ഓൺലി എഫക്റ്റീവ് ഫോർ ദ എലക്റ്റഡ് വൺസ്. ചിലർ ഇതിനെ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ ലിമിറ്റഡ് എന്നുള്ള വാക്ക് ഒരു ഇച്ചിരി ഹാർഡ് ഹിറ്റിംഗ് ആയതുകൊണ്ട് ഒരു കംപ്ലീറ്റഡ് അറ്റോൺമെൻറ്റ് എന്നുള്ള രീതി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സുന്ദരമായി സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അവരൊക്കെ കംപ്ലീറ്റഡ് അറ്റോൺമെൻറ്റ് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ലിമിറ്റഡ് കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരതിനെ ഡിപ്ലോമാറ്റിക് വേയിലാക്കിയതാണ് എന്ത്? കംപ്ലീറ്റഡ് അറ്റോൺമെൻറ്റ്. യൂണിവേഴ്സൽ അല്ല, കംപ്ലീറ്റഡ് ആയിരുന്നു. ക്രിസ്തുവിൽ ഉള്ളവർക്ക് അത് കംപ്ലീറ്റഡ് ആയിരുന്നു എന്നുള്ള രീതിയിൽ മേ ബി ആയിരിക്കാം അവർ പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് എനിക്ക് മോർ അക്സെപ്റ്റബിൾ ആണ്. ബിക്കോസ് സാക്ഷാൽ യേശു കർത്താവ് ഞാൻ ലോകത്തിന് വേണ്ടിയിട്ടല്ലെന്നും നീ തന്നവർക്ക് വേണ്ടിയിട്ടാണെന്നും പറയുമ്പോൾ ഇത് പിന്നെ പറയാതിരിക്കാൻ എന്താണ് കാരണം? അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ലിമിറ്റഡ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വന്ന ചോദ്യമാണ്, ബൈബിളിൽ യൂണിവേഴ്സൽ അറ്റോൺമെൻറ്റിനെ സാധൂകരിക്കുന്ന എന്തില്ലേ? വാക്യങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇത് ആ വാക്യങ്ങളോട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബൈബിളിനെ കാണുന്നത് എങ്ങനെ കാണണം? യെസ്, ബൈബിളിൻ്റെ ടോട്ടാലിറ്റിയിൽ കാണണം. അതല്ലാതെ ഇടയ്ക്കത്തെ ഒരു വാക്യം നമ്മളിങ്ങ് എടുത്തിട്ട് അതിനെ മാത്രം എടുത്താൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, ഈ ആഭരണം ധരിക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ അവരെടുക്കുന്നൊരു വാക്യമുണ്ട്. ഏതാണെന്നറിയോ? നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നത്, എന്ത് മുടി പിന്നുന്നത്, ഇങ്ങനെയല്ലെന്ന് പറയും. ഇത് ശരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നേ മേളിൽ നിന്ന് വായിച്ചു വരുവാണെങ്കിൽ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഇത് പറഞ്ഞിട്ട് ഭാര്യമാരെ നിങ്ങളുടെ ഇത് ഇങ്ങനെ പറഞ്ഞു വരുന്നത്, താഴെ പറഞ്ഞത് നിങ്ങൾ ആരാ? മേളത്തെ ചേർത്ത് വായിച്ചാൽ ഭാര്യമാരെ നിങ്ങളുടെ അലങ്കാരം പൊന്നണിയുന്നത്, മുടി പിന്നുന്നത് ഇതല്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യും? ആ വാക്യം മാത്രം ഇങ്ങ് എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ മലയാളം ബൈബിളിൽ കറക്റ്റ് ഒരു പേജ് മറിക്കുമ്പോൾ ഇപ്പുറത്തെ പേജിലാണ് നിങ്ങളുടെ അലങ്കാരം തുടങ്ങുന്നത്. അതുകൊണ്ട് മേളത്തെ കോണ്ടെക്സ്റ്റ് എല്ലാം വിട്ടിട്ട് നമ്മൾ നിങ്ങളുടെ അലങ്കാരം, അതിനർത്ഥം ഭാര്യമാർക്ക് വേണ്ടി മാത്രമാണോ അത് പറഞ്ഞിരിക്കുന്നത്? ഭാര്യമാർ മാത്രം ആഭരണം ഉപയോഗിക്കാതിരുന്നാൽ മതി, ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത് തെറ്റില്ലേ? കല്യാണം കഴിക്കാത്തവരപ്പോൾ ആഭരണം ഉപയോഗിക്കുന്ന ഇവർക്ക് തെറ്റില്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ബൈബിളിനെ എന്ത് ചെയ്യാൻ പാടില്ല? അടർത്തി മാറ്റാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ റോമാലേഖനം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പം എന്തല്ലായിരുന്നു എഴുതിയത്? പൗലോസ് അപ്പോൾ നമ്മൾ പറഞ്ഞു, പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പം പൗലോസ് 1:1, 2:1 പറഞ്ഞിട്ടല്ല എന്ത് ചെയ്തത്? പൗലോസ് എന്നല്ല, സുവിശേഷങ്ങൾ ഉൾപ്പെടെ ഇതൊന്നും എഴുതുന്നത് എങ്ങനല്ല? നമ്പർ അല്ല, ഇതൊക്കെ ഒരു കത്താ. റോമാലേഖനം 1:1 തൊട്ട് 16 അവസാനം വരെ ഒരൊറ്റ ലെറ്ററാണ്. 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ അധ്യായങ്ങളായി തിരിക്കുന്നതും വാക്യങ്ങളായി തിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് റെഫർ ചെയ്യാനും. പക്ഷേ ഇതിൻ്റെ ആശയത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഒരു മൊത്തം കത്തായിട്ട് കാണണം. അപ്പോൾ ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 പറഞ്ഞിരിക്കുന്ന സെയിം കോണ്ടെക്സ്റ്റിലാണ് 16-ന്റെ അവസാനത്തിലും പറയുന്നത്. നമ്മൾ 1:1 വിട്ടിട്ട് 16-10 വായിക്കാൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനെ ടോട്ടാലിറ്റി മനസ്സിലാക്കാൻ പറ്റത്തില്ല. 2, ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞാൻ ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയല്ല, പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇത് മനസ്സിലാക്കിയേ ഒക്കത്തുള്ളൂ. ഈ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറയുമ്പം മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇനിഷ്യേറ്റ് ചെയ്തതാണ് കംപ്ലീറ്റ് ബൈബിളെന്നും നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ കാര്യത്തിൽ എന്തില്ല?
സംശയമൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന 66 പുസ്തകങ്ങളും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്താ കമ്പൽ ചെയ്ത് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ഓതർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം തന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് ആരായിരുന്നു? മനുഷ്യന്മാരാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സോളമൻ എഴുതുമ്പോൾ സോളമൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് സോളമൻ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സോളമൻ പറയുക മായ മായ സകലവും മായ എന്ന് പറഞ്ഞാൽ അതാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്കൊരു ഹോപ്പില്ലാത്ത അയ്യോ മായ എന്ന് പറയാനല്ല, നമുക്കൊരു എറ്റേണൽ ഹോപ്പ് നമുക്ക് എന്തുണ്ട്? ഉണ്ട്. അപ്പം സോളമൻ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗലോസിൻ്റെ അഭിപ്രായങ്ങൾ ചില ലേഖനങ്ങളിൽ പറയുന്നുണ്ടല്ലേ, പുരുഷൻ വിവാഹം കഴിക്കാതിരിക്കുന്നത് നന്നെന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. പൗലോസിന് ആ വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, സിലബസിൽ നിന്നുള്ള വരം പൗലോസിന് ലഭിച്ചു. പൗലോസിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാം, അത് നമുക്ക് എന്തല്ല, ഉപദേശമല്ല. നമ്മളിതിനെ ടോട്ടാലിറ്റി അങ്ങനെ നോക്കിയാൽ സാക്ഷാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അതിനെതിരെ പറയുവാണോ? അങ്ങനെയാണോ നമ്മൾ അതിനെ കാണണ്ടേ? അല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി 1:1 എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നല്ലേ, ദ എർത്ത് വാസ് വോയിഡ് ആൻഡ് എംപ്റ്റി എന്നാ പറയുന്നല്ലേ. യെശയ്യാവ് പറയുക ദൈവം ഭൂമിയെ പാഴിനായി അല്ലല്ലോ പാർപ്പിനായിട്ടാണല്ലോ ഉണ്ടാക്കിയത്, അവൻ ഉണ്ടാക്കിയതൊന്നും എന്തല്ലായിരുന്നു? പാഴല്ലായിരുന്നു എന്ന് ആര് പറയുക? യെശയ്യാവ് പറയുക. അപ്പോൾ ഇത് തമ്മിൽ എന്താ കോൺട്രാഡിക്ടറി ആണോ? ആണോ? അപ്പം നമ്മൾ ബൈബിളിനെ ഇത് കോൺട്രാഡിക്ടറി ഒന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയല്ല. ഇതിനൊക്കെ മറുപടി വേണം എന്നോട് പിന്നെ ചോദിച്ചാൽ പറയാം. നമ്മളിപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ ഒരു വാക്യം എടുത്തിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യേശു കർത്താവ് സ്വന്തം വായും കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അനീതിയുള്ള മാമോനെ കൊണ്ട് കൂട്ടുകാരെ ഉണ്ടാക്കിക്കോ, കഷ്ടം വരുമ്പോൾ അവൻ നിങ്ങൾ എന്ത് ചെയ്യും? സഹായിക്കുമെന്ന്. അതിനർത്ഥം ഇത് ആര് പറഞ്ഞതാ? സാക്ഷാൽ യേശു കർത്താവ് സ്വന്തം വായും കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അതിനർത്ഥം നിങ്ങൾ പോയിട്ട് അനീതിയുള്ള മാമോനെ കൊണ്ട് കൂട്ടുകാരെ ഉണ്ടാക്കാനാണോ അതിനർത്ഥം? അപ്പം നമ്മൾ ആ വാക്യത്തെ എടുത്തിട്ടല്ല പഠിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവിൻ്റെ അടുത്ത് വന്നൊരു ജാതീയ സ്ത്രീ വന്നിട്ട് സഹായിക്കാൻ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു മൊക്കക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്കിട്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തൊരു ക്രൂരനാ കർത്താവ് കണ്ടോ, കർത്താവ് അങ്ങനെയാണോ ഒരു സാധു സ്ത്രീയോട് പറയേണ്ടതെന്ന് ആ വാക്യത്തെ എടുത്തല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കോംപ്രിഹെൻഡിൽ വരുന്ന ലാംഗ്വേജ് എപ്പോഴും ബൈബിളിൽ എന്തുണ്ട്? ഒരു പാട്ട് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം എന്ത് ചെയ്തു? ഖേദിച്ചു എന്നൊരു വാക്യം എന്തുണ്ട്? അനുദപിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അതിനർത്ഥം ദൈവത്തിൻ്റെ പ്ലാൻ തെറ്റിപ്പോയതുകൊണ്ടാണോ ദൈവം സങ്കടപ്പെട്ടത്? ആണോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സോവർണിറ്റി ചോദ്യം ചെയ്യപ്പെടുക. പണ്ടാരം ഞാൻ ആദ്യത്തെ പ്ലാൻ എല്ലാം നശിച്ചു പോയല്ലോ എന്നോർത്താണോ? അല്ല. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ സാൽവേഷൻ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആദാം വീണത് വരെ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനിലെ ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റെപ്പായിരുന്നു. ആദാം വീണില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടെ ഉണ്ട്? ഏതെങ്കിലുണ്ട്. എങ്ങനെ? ആദാം തൊട്ടുള്ള പ്രൈഡ് കൊണ്ട് നടക്കുക. ഞങ്ങൾ നന്നായിട്ടൊക്കെ ജീവിക്കുന്നതുകൊണ്ട് കർത്താവ് ഇറങ്ങി വരുന്നുണ്ട്, ഞങ്ങളുമായിട്ട് ഫെലോഷിപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കർത്താവിനെ അറിയത്തുള്ളൂ, എന്ത്? മജസ്റ്റിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവത്തെ നമുക്കറിയത്തുള്ളൂ. ആദാം വീണതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രൈഡും ഇല്ലാതായി. ഇന്ന് എനിക്ക് ഒന്നറിയാം, നഷ്ടപ്പെട്ടു പോയി എന്നെ തേടി വരുന്ന സ്നേഹവാനായ ദൈവത്തെ എനിക്ക് എന്തറിയാം? ആദാമിനെക്കാട്ടി കൂടുതൽ ഇന്ന് എനിക്കറിയാൻ പറ്റി. അപ്പം ആദാം വീണത് ദൈവത്തിന് അബദ്ധം പറ്റിയതൊന്നുമല്ല, ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. അപ്പം ആ വാക്യം എടുത്തിട്ട് നമ്മൾ പറയുക ദൈവം അനുദപിച്ചു, പ്ലാൻ അങ്ങനെ അല്ല. ദൈവത്തിൻ്റെ പ്ലാൻ ബി അല്ല ഇതൊന്നും. ദൈവത്തിന് ഒറ്റ പ്ലാനേ ഉള്ളത്, പ്ലാൻ എ ആണ്. ദൈവത്തിൻ്റെ ഡിക്ഷണറി പ്ലാൻ ബി എന്നൊരു സാധനമില്ല. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സങ്കടകരമാണ്. പിന്നെ ചുമ്മാ അങ്ങനെയൊന്നുമില്ല. ഒറ്റ നിയമമേ ഉള്ളൂ കർത്താവിന്. അതെന്താണ്? ദ ഓൾഡ് കവനന്റ് ആൻഡ് ദ റിന്യൂഡ് കവനന്റ്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും. ഇതെല്ലാം എന്താണ്? കർത്താവിന് ഒന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാക്കിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇറ്റ് ഹാസ് ടു ഗോ വിത്ത് ദ ടോട്ടാലിറ്റി. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ പോകാൻ. ഓക്കെ. അപ്പോൾ കണ്ടീഷണൽ ആൾക്കാരും യൂണിവേഴ്സൽ അറ്റോൺമെൻ്റ് ആൾക്കാരും ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്യുന്ന കുറേ വാക്യങ്ങളിൽ കൂടി നമ്മൾ പോകാൻ പോവാണേ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം. ഓക്കെ. ഒന്നാമത്തെ വാക്യം യോഹന്നാൻ 3:16. ഇതാണ് ഇവരുടെ മാസ്റ്റർ വാക്യം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനോട് ഒരു വിരോധം ഉണ്ടായിട്ടല്ല ഞാനീ പറയുന്നേ. വായിച്ചു ചേച്ചി. നോക്കിക്കേ. ഓക്കെ, നോക്കിക്കേ. ഈ വാക്യം എടുത്തിട്ട് ഇവരെന്ത് പറയും? നോക്കി, ഇവിടെ എന്താ പറയുന്നത്? തൻ്റെ ഏകജാതന്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ എന്ത് ചെയ്യും? നിത്യജീവനെ പ്രാപിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനോട് നമുക്ക് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? നമ്മൾ ഇത്രയും നേരവും പഠിച്ചത് ഈ സെയിം കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? ആ വിശ്വസിക്കാനുള്ള ഗിഫ്റ്റ് കർത്താവ് കൊടുത്തവർക്കേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മളും പറയുന്നത്. ഇതിനെതിരായിട്ടൊന്നുമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ സെയിം കാര്യമാണ്. ഒറ്റ കാര്യം നമ്മളും പറയുന്നുള്ളൂ. എന്ത്? ഏകജാതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ഉള്ളെന്നും, പക്ഷേ ആ വിശ്വാസം സ്വയമേ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നും അത് ദൈവം തരുന്നതാണെന്നുമാണ് നമ്മളും പറയുന്നത്. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ വാക്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുന്ദരമായ വാക്യമാണല്ലേ? ഈ വാക്യം ഒന്നും കൂടി ഉറപ്പിക്കുന്നത് എന്താണ്? വിശ്വസിക്കുന്നവന് മാത്രമേ ഉള്ളൂ എന്നും, ആ വിശ്വാസം എൻ്റെ മെറിറ്റ് കൊണ്ടല്ലെന്നും ദൈവം ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണെന്നും നമ്മൾ ഓൾറെഡി പൗലോസ് പറയുന്ന പോലെ, യഹൂദന് യവനനും പാപത്തിന് കീഴിലാണെന്ന് നമ്മൾ മുന്നേ തെളിയിച്ചുവല്ലോ എന്ന് പറയുന്നത് പോലെ, നമ്മൾ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മുന്നമേ നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചില്ലേ? അപ്പം ഏകജാതനിൽ വിശ്വസിക്കുന്നവനേ ഉള്ളൂ നിത്യജീവൻ. ആ വിശ്വാസവും എൻ്റെ അല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഇവർ പക്ഷേ പറയുന്നത് എന്താണ്? എല്ലാവർക്കും. അവിടെ എടുത്തു പറയുകയാണ് എല്ലാവർക്കും അല്ല, വിശ്വസിക്കുന്നവർക്കാണെന്നും. നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്തു വിശ്വാസം എൻ്റെ മെറിറ്റ് കൊണ്ടുണ്ടാവുന്നതല്ലെന്നും ദൈവം തരുന്ന ദാനമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണോ? ആ വാക്യം ക്ലിയർ ആണേ? ഏത് 3-ൻ്റെയോ? എക്സാക്ട്ലി. നോക്കി, അപ്പോൾ നോക്കി, ഇവിടെ പറയുക, ദൈവം തൻ്റെ പുത്രനെ അയച്ചത് എന്തല്ല? ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്ര എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലാംഗ്വേജ് ദൈവം പറഞ്ഞിരിക്കുന്ന ലോകത്തെ വിധിപ്പാനല്ല എന്ന് നമ്മൾ എടുക്കേണ്ടത് മുഴുവൻ ലോകത്തിനെയാണെന്നല്ല. അങ്ങനെയാണ് നമ്മൾ അതിനെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ, ലോകമെന്ന് ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ എഴുതുന്ന ആർക്ക് എഴുതുന്നേ? ഇതിപ്പോൾ നമ്മൾ വായിച്ച എവിടുന്ന? യോഹന്നാനിൽ നിന്ന്. യോഹന്നാൻ ആർക്കാ സുവിശേഷം എഴുതുന്നേ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും കോണ്ടാക്സിൽ നിന്ന് പുറത്തു പോകല്ല. യോഹന്നാൻ ബീയിങ് എ ജൂ, ഏർലി ചർച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളെ പറ്റി കൂടെ അത് ഞാൻ പറഞ്ഞു പോകാം. അത് പറയുമ്പോൾ ആ യൂട്യൂബിൽ വന്ന കമൻറ്റോടെ ഞാനൊന്ന് ക്ലിയർ ചെയ്തു പോകാം. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്താണ്? സിനോപ്റ്റിക് ഗോസ്പെൽസ് ആണ്. സുവിശേഷമാണ് ഓഫ് കോഴ്സ്. ഇത് സിനോപ്റ്റിക് ഗോസ്പെൽസ് ആണ്. ജോൺ എന്തല്ല? ജോൺ, രാജുവച്ചൻ ഇതൊക്കെ പറയാം, അങ്ങോട്ട് പറയച്ചാ. ജോൺ എന്തല്ല? സിനോപ്റ്റിക് ഗോസ്പെൽ അല്ല. അപ്പോൾ ഈ സിനോപ്റ്റിക് ഗോസ്പെൽ എന്താ? മാത്യു, മാർക്ക്, ലൂക്ക് 3 എടുത്താൽ ഓൾമോസ്റ്റ് ഒരു 80% ഇത് 3 സെയിമാണ്. മനസ്സിലായോ? ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആർക്ക്? ജോണിനില്ല. എന്തുകൊണ്ടത് സംഭവിച്ചു? നമ്മൾ ഇനി മനസ്സിലാക്കണം കോണ്ടെക്സ്റ്റ്. മത്തായി എന്തിനാ സുവിശേഷം എഴുതിയത്? മത്തായി എഴുതിയതിൻ്റെ ഉദ്ദേശം ദൈവം തിരഞ്ഞെടുത്തതിനെ പറ്റി പറയാനോ സാൽവേഷൻ്റെ ആധികാരികത കാണിച്ചു കൊടുക്കാനോ ഇതൊന്നും അല്ലായിരുന്നു മത്തായിയുടെ ഇൻറ്റൻഷൻ. മത്തായി എഴുതിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. മത്തായി ആർക്ക് എഴുതിയത്? യഹൂദ ക്രിസ്ത്യാനിയൊക്കെ എഴുതിയിട്ട് മത്തായി പറയുക, നിങ്ങൾ കാത്തിരുന്ന മശിഹ ഇതാണെന്ന് പ്രൂവ് ചെയ്യുകയായിരുന്നു മത്തായിയുടെ ഉദ്ദേശം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസിഡൻസിനെ മാത്രം എടുത്തിട്ട്, അതായത് പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? മശിഹ ഇത് ചെയ്യും. അങ്ങനത്തെ ഇൻസിഡൻസിനെ മാത്രം പിക്ക് ചെയ്ത് മത്തായി എഴുതിയതാണ് മത്തായി എഴുതിയ സുവിശേഷം. ഇനി ലൂക്കോസ് സുവിശേഷം എഴുതുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ലൂക്കോസ് ആരുടെ ശിഷ്യനായിരുന്നു? ലൂക്കോസ് ആരുടെ ശിഷ്യനാ? ലൂക്കോസ് പൗലോസിന്റെ ശിഷ്യനാ. പൗലോസ് 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് എരുശലേമിൽ വന്നിട്ട് പൗലോസിനെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അപ്പോൾ പൗലോസ് എന്ത് ചെയ്തു? കൈസറിൽ അഭയം ചൊല്ലി. അപ്പോൾ കൈസർ എന്ന് പറഞ്ഞാൽ ആരാ? റോമ. കൈസറിൽ അഭയം ചൊല്ലിയ പൗലോസിനെ എവിടെ കൊണ്ടുപോകണം? കാരണം പൗലോസ് റോമൻ സിറ്റിസൺ ആയതുകൊണ്ട് ആ പവറുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ഒരു കേസ് എവിടെ നടക്കുക? റോമൻ കോർട്ടിൽ നടക്കുക. കേസ് എന്താ? ഇവൻ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചു എന്നും ആളുകളെ കൺവേർട്ട് ചെയ്തു എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പൗലോസിൻ്റെ കേസ് റോമിൽ നടക്കുമ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു കേസ് ഹിസ്റ്ററി വേണം. ആർക്ക്? പൗലോസിൻ്റെ അഡ്വക്കേറ്റിന് വേണം. അതൊരു പക്ഷേ തിയോഫിലോസ് ആയിരിക്കാം. അപ്പം ആ കേസ് ഹിസ്റ്ററി ഉണ്ടാക്കുകയാണ് ആര്? ലൂക്കോസ്. അപ്പോൾ ലൂക്കോസും അപ്പോസ്തല പ്രവൃത്തിയും രണ്ടായിട്ട് എഴുതിയതല്ല, ഒരു ബുക്കാണ്, 2 വോള്യമാണെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ആരെ പ്രസംഗിച്ചെന്നും പൗലോസ് എന്തൊക്കെ, അതുകൊണ്ടാണ് 11-ാം അധ്യായം കഴിഞ്ഞിട്ട് ബാക്കി മൊത്തം പൗലോസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് സീനിലേ ഇല്ല. കാരണം ഇത് പത്രോസിൻ്റെ കേസിന് സബ്മിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. മനസ്സിലായോ? അപ്പം ഈ പെർസ്പെക്റ്റീവിലാണ് ആരെഴുതിയത്? ലൂക്കോസ് എഴുതുന്നത്. മർക്കോസും ഇതേപോലെ തന്നെ. മർക്കോസ് പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു. മർക്കോസ് കുറച്ചുകൂടെ എന്നാ പറയണ്ടേ, ചെറുപ്പക്കാരനായിരുന്നു. മർക്കോസിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ആംഗിളിൽ എഴുതുന്നതാണ്. അപ്പോൾ തന്നെ മർക്കോസിന് ഒരുപാട് ഇൻഫർമേഷൻ കേട്ടറിവാണ്, ലൂക്കോസിനെ പോലെ തന്നെ. പക്ഷേ യോഹന്നാൻ ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് സഭ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയില്ലേ? ക്രിസ്ത്യൻ സഭ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വന്നപ്പം
ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കകത്ത് ആരാ ഏറ്റവും കൂടുതലുള്ളത്? യഹൂദന്മാർ കൺവേർട്ടായവരാണ് ആര്? ഈ പറയുന്ന യോഹന്നാൻ ഉൾപ്പെടെ ഇവരെല്ലാവരും ആരാ? യഹൂദൻ കൺവേർട്ടായതാ. അപ്പം അവരോടാണ് പൗലോസ് യോഹന്നാൻ എന്ത് ചെയ്യുന്നത് പറയുക. അപ്പം യോഹന്നാൻ പറയുക യേശു മരിച്ചത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നേ? ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നമ്മൾ പറയുക മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് യേശു മരിച്ചതെന്ന് ഞാനങ്ങ് പറയുക. അപ്പം നിങ്ങൾ പറയാം, അപ്പം ഞാൻ പറയുക യേശു മരിച്ച മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തിലുള്ള എല്ലാവരൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവം നീതീകരിച്ചതിനെ ആർ കുറ്റം വിധിക്കും? ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന മുഴുവൻ ലോകമോ എന്നുള്ളത് എല്ലാ മനുഷ്യരും എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ വെളിപ്പാടി വായിച്ച പോലെ സകല ജാതിയിലും സകല ഗോത്രത്തിലും സകല വംശത്തിലും സകല ഭാഷയിലുമുള്ള മുഴുവൻ ലോകത്തിലുമുള്ള ദ എലക്റ്റഡ് വൺസിന് വേണ്ടിയിട്ടാണ് സർവ്വലോകം എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? ബിക്കോസ് ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയതെന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കില്ല ഇതിനെ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്ത് അങ്ങനെ ആക്കുന്നതാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല. ആ സിമ്പിൾ ആസ് ദാറ്റ്. അവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സലിസം അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നീതീകരിച്ചതിനെ ആർക്കും കുറ്റം വിധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരു മനുഷ്യനും ഇനി എന്തില്ല? ശിക്ഷാവധി ഇല്ല എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തേണ്ടി വരും നമ്മൾ അതിൻ്റെ ലിറ്ററൽ സെൻസിൽ എടുത്താൽ. വിശ്വസിക്കായക കൊണ്ട് ശിക്ഷാവധി ഉണ്ട് അല്ലേ? വിശ്വസിക്കായകയാൽ ന്യായവിധി ഉണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. അത് തന്നെ നമ്മളും പറഞ്ഞത്. നമ്മൾ ഇത് തന്നെ പറയുന്നേ, ന്യായവിധി ഉണ്ട്. എങ്ങനെ? വിശ്വസിക്കാത്തത് കൊണ്ട്. നമ്മൾ പറയുന്നത് എന്താണ്? ആ വിശ്വാസം നിന്റെ മെറിറ്റ് അല്ല, ആ വിശ്വാസം ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. നമ്മൾ ഈ വാക്യത്തിനൊന്നും എതിരല്ല, പക്ഷെ നമ്മൾ ഇതിനെ കാണുന്നത് ഏത് പെർസ്പെക്റ്റീവിലാണ്? ദ ടോട്ടാലിറ്റി, ബൈബിളിന്റെ ടോട്ടാലിറ്റിയുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. മനസ്സിലായോ? വിശ്വാസം ഗിഫ്റ്റ് ആണെന്ന് നമ്മൾ ഇത്രയും ബൈബിൾ പഠിപ്പിക്കുമ്പം വിശ്വാസത്തെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ വാക്യത്തെ കാണുമ്പോൾ മാത്രമാണ് ശരിയാണല്ലോ, വിശ്വസിച്ചവന് കിട്ടി വിശ്വസിക്കാത്തവന് കിട്ടിയില്ല, അപ്പം വിശ്വസിച്ചവരെ അല്ലേ സെലക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ യു ഹാവ് ടു സീ വിശ്വാസം എങ്ങനെയാണ് കിട്ടിയതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദാനമായിട്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ടോട്ടാലിറ്റിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ കാണാൻ. അപ്പം വേറെ വാക്യം ഉണ്ടോ നിൻ്റെ? ഓക്കെ. അപ്പം ഓക്കെ, യോഹന്നാൻ 3:16 നമ്മൾ ഏതാ? ഉണ്ട്. ഓക്കെ, വരാം. ഓക്കെ, വെയിറ്റ്. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് വായിച്ചേ യോഹന്നാൻ 3:16 വായിച്ചേ. ഓക്കെ, അപ്പോൾ ഇത്ര ഈ 3 വാക്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, യോഹന്നാൻ 1:29 വായിച്ചേ. ഇപ്പം റിജുവിന് പറഞ്ഞ സെയിം സാധനം തന്നെ അവിടെ വീണ്ടും വരുന്നത്. ഇതും യോഹന്നാനിൽ നിന്ന് തന്നെയാണല്ലോ. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഈ സെയിം സാധനം തന്നെ. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. യോഹന്നാനിൽ തന്നെയാണ് ഇത് പറയുന്നത്. ഇതാര് പറയുന്ന വാക്കാ? അയ്യോ, എന്തുവാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്ന വാക്ക്? യേശു കർത്താവ് സ്നാനപ്പെടാൻ ഇറങ്ങി വരുമ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുക. അപ്പൊ ഈ വാക്യം വെച്ചിട്ടാണ് ഇവർ പറയുന്നത്, കണ്ടോ, ലോകത്തിന്റെ പാപത്തെയാണ് എന്ത് ചെയ്യുന്നത്? ചുമക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? യൂണിവേഴ്സലിസമാണ്, മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണ് മരിച്ചതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിനും നമ്മളിവിടെ മനസ്സിലാക്കുമ്പം വെളിപ്പാടിൽ വ്യക്തമായിട്ട് എന്താ പറയുന്നത്? കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു. യോഹന്നാൻ പറയുക അറക്കപ്പെടാൻ വരുന്ന കുഞ്ഞാടാണിത്, ഇവനാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ പാവം വഹിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വെളിപ്പാടി പറയുക കുഞ്ഞാടെ നീ അറക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ എന്ത് ചെയ്തു? ഇതിലൊക്കെ ഉള്ളവരെ എന്ത് ചെയ്തു? കുറേ ആളുകളെ നീ വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുമ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നത്? മുഴുവൻ ലോകം, ആ ലോകത്തിൻ്റെ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് മനുഷ്യരുടെ പാപം എന്നല്ല. അങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് നമുക്ക് സുവിശേഷം പറയേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഓൾറെഡി അവരുടെ പാപം വഹിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ദൈവം നീതീകരിച്ചതിനെ ആറ് കുറ്റം വിധിക്കും. അവരറിഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അവൻ അവിടെ പോയി നിൽക്കും, അവൻ്റെ ഫയൽ തുറക്കും, ക്രൂശിൽ ഇവനും മരിച്ചായിരുന്നു, കഴിഞ്ഞു, ഡൺ. ദൈവം നീതീകരിച്ചതിനെ ആര്? അങ്ങനെയാണ് ഇതെല്ലാം ഇപ്പോൾ എന്തായി? ഒന്നായി മാറി. നാളെ തൊട്ട് സുവിശേഷം പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നരകമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നരകമില്ല, കഴിഞ്ഞു. അങ്ങനെ പഠിപ്പിക്കുന്ന പഠിപ്പീരുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് ആദ്യമായിരിക്കും. അങ്ങനത്തെ പഠിപ്പീരുണ്ട്. ദൈവം ഒരു മനുഷ്യനെ സ്നേഹവാനായ ദൈവമാണെന്നും
സ്നേഹവാനായ ദൈവത്തിന് എങ്ങനെയാണ് മനുഷ്യരെ നരകത്തിലേക്ക് വിടാൻ കഴിയുന്നതെന്നും അതുകൊണ്ട് തന്നെ നരകമില്ലെന്നും പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ ഈ കാലഘട്ടത്തിൽ പെൻഡക്കോസ്റ്റലിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ പഠിപ്പിക്കേണ്ടി വരും ഇതിനെയൊക്കെ നമ്മൾ എൻ്റെ ഒരു ലോകമെന്ന് കാണാൻ പോയാൽ. സോ അതുകൊണ്ട് സാക്ഷാൽ ദൈവം പറയാവാ, അറ്റോൺമെൻറ്റിന് ഇറങ്ങി വന്ന ദൈവം ആ പ്രോസസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറയാവാ, ഞാൻ എൻ്റെ മുഴു ലോകത്തിനും വേണ്ടിയിട്ടല്ല, നീ എനിക്ക് തന്നവർക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പം ആ കോണ്ടെക്സ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അതും പറഞ്ഞിരിക്കുന്ന ഇതേ യോഹന്നാൻ്റെ ഇവിടെ 17-ാമത്തെ അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ വേണം എന്ത് ചെയ്യാൻ, ഇതിനെ കാണാൻ. ഓക്കെ, ഇനി 1 തിമോത്തിയോസ് 2:4-6 വരെ വായിച്ച്. നോക്കി വായിച്ചു 6 വരെ വായിച്ചു. ഓക്കെ, മതി. അപ്പൊ നോക്കി, ഇവിടെ ഈ വാക്യം എടുത്തിട്ട് ഇവർ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു, സകല മനുഷ്യരും ഇച്ഛിക്കുന്നു. അപ്പൊ നോക്കി ഇവർ പറയുന്നത് നോക്കി, ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക അവൻ എന്ത് ചെയ്യുന്നു, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു പറഞ്ഞേ. നമ്മൾ ഇതിന്റെ തൊട്ടു മേളിൽ വായിക്കുകയാണെങ്കിൽ, ആ കോണ്ടക്സ്റ്റ് വായിച്ചു വരുവാണെങ്കിൽ അവിടെ പറയുന്നത് എന്താ, രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടും അധികാരികൾക്ക് വേണ്ടിയിട്ടും അപ്പം മേളിൽ പൗലോസ് എന്ത് ചെയ്യുക, ഒരു കാറ്റഗറി പറയുക. ബേസിക്കലി എഗെയിൻ ഇത് ആർക്കായി ലേഖനം എഴുതിയേക്കുന്നത്, തിമോത്തിയോസിന്. തിമോത്തിയോസ് ആരായിരുന്നു? തിമോത്തിയോസ്. ഈ ലേഖനത്തെ എന്താ പറയുന്നേ, തിമോത്തിയോസിന്റെ ലേഖനത്തെ എന്താ വെച്ചാൽ പറയുന്നേ, പാസ്റ്റർ ഇടയ ലേഖനമാണ് ഇതല്ലേ. ഇടയ ലേഖനം എന്ന് പറഞ്ഞാൽ എന്താ, തിമോത്തിയോസ് ഒരു പാസ്റ്ററാ. ആരുടെ പാസ്റ്റർ? തിമോത്തിയോസ് ആരുടെ പാസ്റ്ററാ? സഭയുടെ പാസ്റ്റർ. മനസ്സിലായോ? എലക്റ്റഡ് ആയിട്ടുള്ള സഭയ്ക്കകത്ത് വന്ന എലക്റ്റഡ് വൺസിനെ ലീഡ് ചെയ്യുന്ന ആളാണ് തിമോത്തിയോസ്. ആ തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന 4 പേർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നീ ആർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വൈ? ബിക്കോസ് ഇവരെല്ലാവരിൽ നിന്നും ആരുണ്ട്, എലക്റ്റഡ് വൺസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയും അവരും എന്താണ്, ഇതിൻ്റെ അവകാശികളാണ്. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടൂടെ പ്രാർത്ഥിക്കണമെന്നുള്ള സെൻസിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, മുഴു ലോകമെന്നുള്ള വാക്ക് അവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹ്യൂമൻ ആന്ത്രോപോളജി ഇല്ലാതെ നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ നിന്ന പാടാ. അത് എഗെയിൻ ഈ പറയുന്നിടത്തെല്ലാം മുഴു ലോകം നമ്മൾ ആ സെൻസിൽ എടുക്കാൻ നിന്നാൽ ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടത്തില്ലെന്നും മുഴു മനുഷ്യനും നിത്യതയെ പോകുമെന്നും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സമ്മതിക്കേണ്ടി വരും. മുഴു ലോകമെന്നുള്ള പദത്തെ മുഴു ലോകമെന്ന് നമ്മൾ എടുത്താൽ, അപ്പം ഇവർ പറയുന്ന വാദം എന്താണെന്നറിയാവോ? ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള എന്നാ പറയുന്നത്, ഈ പാസ്റ്റർമാർ പറയുന്ന വാദം, അവരിതിനെ ഭയങ്കര ലൈറ്റായിട്ട് കാണും. അവർ പറയുന്നേ അത് മുഴു ലോകമെന്ന് പറഞ്ഞാലും മുഴു ലോകത്തിന് വേണ്ടി മരിച്ചെങ്കിലും വിശ്വസിക്കുന്നവർക്ക് എന്തുള്ളൂ, രക്ഷയുള്ളൂ എന്നാണ് ഇവർ പറയുന്ന വാദം. പക്ഷെ ഇവർ മനസ്സിലാക്കാത്ത കാര്യം, നീതീകരണം സംഭവിച്ചത് ക്രൂശിലാണ്, വിശ്വാസം പിന്നാ വരുന്നത്. മനസ്സിലായോ? റിജു മരിച്ചത് എവിടാ? ക്രൂശിലാ. നീ ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദൈവം തുടങ്ങിയ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കുകയും റീജനറേറ്റഡ് ആവുകയും ചെയ്യും. എവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം, ഒരാൾ അവിടെ ക്രൂശി മരിച്ചു, പക്ഷെ അവൻ ഇവിടെ തിരഞ്ഞെടുത്തില്ലെങ്കിലോ ഒന്ന്. ഇത് തിരഞ്ഞെടുക്കാൻ മനുഷ്യനല്ലല്ലോ ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ദൈവമല്ലേ. ദൈവം തിരഞ്ഞെടുത്തതിനെ ദൈവത്തിന് അവിടെ എത്തിക്കാൻ ദൈവത്തിന് അറിയാം. അത് നമ്മൾ ഓർത്ത് എന്ത് ചെയ്യണ്ട, വറിയാകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നീതീകരണം സംഭവിച്ചെങ്കിൽ എന്ത് സംഭവിക്കണം, അവൻ എന്തില്ല, ശിക്ഷയില്ല. നമ്മൾ മുമ്പേ പറഞ്ഞു ഉദാഹരണത്തിൽ, സനോയി കോടതിയുടെ മുന്നിൽ വരുമ്പം സനോയി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പെനാൽറ്റി പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ സനോയിയെ ശിക്ഷിക്കാൻ ജഡ്ജിക്ക് എന്തില്ല, ഒരു റൈറ്റും ഇല്ല. അതുകൊണ്ടാണ് റോമലേഖനം പറയുന്നത്, അതുകൊണ്ട് എങ്ങനെയാണ് ആ വാക്ക്, ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ആർക്കില്ല? ക്രിസ്തുയേശുവിലുള്ളവർക്ക്. നമ്മൾ ഈ മുഴു ലോകവും എന്നുള്ള വാക്ക് മുഴു മനുഷ്യരിൽ നിന്ന് എടുത്താൽ അവരെല്ലാം ക്രിസ്തുയേശുവിലുള്ളവരാണെന്നും അവർക്കൊന്നും ശിക്ഷാവധി ഇല്ലെന്നും അവരെല്ലാവരും നിത്യജീവന്റെ കൂട്ടവകാശികളാണെന്നും നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഈ ക്രിസ്ത്യൻ സർക്കിളിനെ പറ്റിയാണ്. എന്നാൽ ഈ നമ്മൾ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ സർക്കിളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ വിചാരിക്കുന്നവർ തെരഞ്ഞെടുക്കപ്പെടാത്തവരും കാണുമായിരിക്കും. 100%. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു വാക്യമുണ്ട്, ആ ഒരു സ്ഥാനത്തിലോട്ടും നമ്മൾ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് ഇത്രയും പഠിച്ചിട്ട് നമ്മൾ വീണ്ടും സാൽവേഷനിലോട്ട് തിരിച്ചു പോകും. എന്നിട്ട് നമ്മൾ
സാൽവേഷനിലെ ട്രൂ അഷുറൻസും ഫോൾസ് അഷുറൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് മൊത്തത്തിൽ തീരുമ്പോഴേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടുന്നേ, ഒരു ക്ലാരിറ്റി കിട്ടുന്നു. ഓക്കെ, അപ്പം നോക്കിയാൽ നമ്മൾ തിമത്തി 2:6 വായിച്ചു. ഓക്കെ, അവിടുത്തെ സകല മനുഷ്യരും. 1 തിമോഥെയോസ് 4:10 വായിച്ചു ചേച്ചി. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും നോക്കിക്കേ, തിമോഥെയോസ് മേളില് മൊത്തം ഇതെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ വന്നിട്ട് എന്താ പറയുന്നേ, പ്രത്യേകം വിശ്വാസികളുടെയും മതി. നോക്കിക്കേ, തൊട്ടു മേളിലത്തെ വാക്യം എന്തായിരുന്നു ആദ്യത്തെ? ആ സെയിം വാക്യം തന്നെ, പ്രത്യേകം വിശ്വാസികളുടെ. കണ്ടോ, ഇവർ പറയുന്ന ഒരു വാക്ക് അവിടുത്തെ സകല മനുഷ്യരെയുമാണ് എടുക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് എന്താണ്? കണ്ടോ, സകല മനുഷ്യരുടെയും ആണെന്ന് പറയാം. തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത്? പ്രത്യേകം വിശ്വാസികളുടെയും. അപ്പം ഈ സകല മനുഷ്യരെന്ന് തിമോഥെയോസിനോട് പറയുകയാണ്, ഈ എലക്റ്റഡ് വൺസ് എവിടെ ഉണ്ട്? സകല മനുഷ്യരിലും ഈ എലക്റ്റഡ് വൺസ് ഉണ്ട്. അപ്പം ഞാനിപ്പം നിന്നോട് പറയുന്നത്, ഓഫ് കോഴ്സ് നിന്നോട് പറയുമ്പം പ്രത്യേകം നമ്മുടെ വിശ്വാസികളുടെ പറയുന്നത്, പക്ഷേ സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും എന്ന് എടുത്തു പറയുന്നത്, എഗെയിൻ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എന്താണ്, ആ വിശ്വാസികളുടെ സർക്കിളിലേക്കുള്ള ഇവരും ഇവിടെ എലക്റ്റഡ് ആൾക്കാരുണ്ടെങ്കിൽ ഇവഞ്ച്വലി ഇവരും എങ്ങോട്ടാണ് ചേരുന്നത്? ഈ പ്രത്യേകം വിശ്വാസപരമുള്ള കാറ്റഗറിയിലോട്ട് വരും. മനസ്സിലായോ? സകല ലോകത്തിൽ ഇവിടെ ഒരുത്തനുണ്ടെങ്കിൽ ഇവഞ്ച്വലി അവൻ എന്ത് ചെയ്യും? ഈ പ്രത്യേകം വിശ്വാസിയുടെ കാറ്റഗറിയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അവിടെയും എടുത്തു പറയുന്ന മേളത്തെ സകല മനുഷ്യരോ എന്നുള്ളതിനെ നമ്മൾ സകല മനുഷ്യരോ എന്നുള്ളതിൽ കണ്ടാൽ നിങ്ങൾ എന്തായി മാറുകയാണ്? നിങ്ങളൊരു യൂണിവേഴ്സലിസ്റ്റായിട്ട് മാറുകയാണ്. നിങ്ങളൊരു യൂണിവേഴ്സലിസ്റ്റായിട്ട് മാറിയാൽ അതിൽ വരുന്ന അപകടം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യനും ഇനി ശിക്ഷാവധി ഇല്ലെന്നും, അതുകൊണ്ട് തന്നെ എങ്ങനെ ജീവിച്ചാലും എന്തില്ല, കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിലും നിന്റെ പാപം എന്താണ്? പെയ്ഡാണ്. സാൽവേഷനിലെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? ജസ്റ്റിഫിക്കേഷൻ. ഇനി അതിൻ്റെ അകത്തിലെ വേറൊരു പ്രശ്നം കൂടെ നമുക്ക് പറയാം. ബൈബിൾ പഠിപ്പിക്കുന്ന സാൽവേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഉള്ളത്? സാൽവേഷനിൽ ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അപ്പം ബൈബിൾ പഠിപ്പിക്കുന്നത് ഇത് മൂന്ന് സമയത്ത് സംഭവിക്കുന്നതല്ല. ഇത് മൂന്ന് സമയത്ത് സംഭവിക്കുന്നത് അല്ല. ഇത് മൂന്നും റീജനറേറ്റഡ് ആകുന്ന സെയിം ടൈമിൽ സംഭവിക്കുക. ഞാൻ റീജനറേറ്റഡ് ആയപ്പം ശരിക്കും ഇത് സംഭവിച്ചത് എവിടാ? ക്രൂശിൽ. പക്ഷേ യേശു എനിക്ക് വേണ്ടി മരിച്ചു ക്രൂശിൽ. ഞാൻ ഇതൊന്നും അറിയാതെ ജനിച്ചപ്പോൾ തൊട്ട് ജീവിക്കുക. പക്ഷേ എൻ്റെ ലൈഫിലെ ഒരു മൊമെൻറ്റിൽ കർത്താവ് എന്നോട് സംസാരിക്കുകയും ഞാനിത് മനസ്സിലാക്കുകയും ചെയ്തു. ആ മൊമെൻറ്റിൽ ഞാൻ റീജനറേറ്റഡ് ആയപ്പം എന്ത് സംഭവിച്ചു? എന്നെ ദൈവം എന്ത് ചെയ്തു? നീതീകരിച്ചു. ദൈവം നീതീകരിച്ചതിനെ ആരും കുറ്റം വിധിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഗ്ലോറിഫിക്കേഷൻ എന്ത് ചെയ്തു? സംഭവിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ദൈവത്തിൻ്റെ കാരണം ദൈവത്തിന് എന്തില്ല? ടൈം സ്പേസ് മാറ്റർ നമ്മൾ ആദ്യം പറഞ്ഞു ഓർക്കുന്നില്ലേ? അപ്പോൾ ദൈവത്തിന് അത് പറയാൻ പറ്റും. ദൈവം നീതീകരിച്ചതിനെ എന്ത് പറ്റി? വിശുദ്ധീകരിച്ചു, തേജസ്കരിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചാൽ, ഇത് മൂന്ന് സംഭവിച്ചത് കൊണ്ട്, നീതീകരണം ഇവിടെ സംഭവിച്ചത് കൊണ്ട്, ഈ എല്ലാ മനുഷ്യരും എന്നുള്ളത് ലോകത്തുള്ള മൊത്തം മനുഷ്യരാണെന്നും പറയാൻ നിന്നാൽ അവരിവിടെ ഉണ്ടെന്ന് പറയേണ്ടി വരും, അവർ നീതീകരിക്കപ്പെട്ടു എന്നും പറയേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ ഇതെല്ലാം സംഭവിച്ചു എന്നും അവരും രക്ഷയുടെ കൂട്ടവകാശികളാണെന്നും നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അത് ഡേഞ്ചർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ ഈ പറയുന്ന എല്ലാ മനുഷ്യരും എന്ന് ഉദ്ദേശിക്കുന്നത് ബിബ്ലിക്കൽ ലാംഗ്വേജിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഴയ നിയമ ലാംഗ്വേജിൽ എന്താ പറയണ്ടേ, ഈ പ്രവാചക ലാംഗ്വേജുകളിൽ കടൽ എന്ന് പറയുന്നത് ജാതികളെയും കര എന്ന് പറയുന്നത് ഇസ്രയേലിനെയും കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് ആണത്. അപ്പോൾ നമ്മളത് വായിച്ചിട്ട് ലിറ്ററലി കടലും കരയൊന്നും മനസ്സിലാക്കിയാൽ എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല. അതാ ഞാൻ പറഞ്ഞേ, അവിടുത്തെ ലിംഗ്വിസ്റ്റിക് എന്താണെന്നും എന്താ ലെക്സിക്കോളജിയും ബിബ്ലിക്കൽ ലെക്സിക്കോളജിയും ഒക്കെ മനസ്സിലാക്കിയെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ. ബൈബിളിൽ തന്നെ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആവുന്നെന്നും പറയുന്നതിനകത്തിലെ എപ്പോഴും എന്തുണ്ട്? മുന്തിരിവള്ളി എന്തിനെ കാണിക്കുന്നു എന്നും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അത്തി ഇസ്രയേലിനെ കാണിക്കുന്നു എന്നും. അപ്പോൾ ഇതൊക്കെ അത്തിയായിട്ട് നമ്മൾ കാണുവാണോ? അല്ല. അത് ബിബ്ലിക്കൽ ലാംഗ്വേജിൽ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നോക്കണം. അപ്പോൾ തന്നെ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈബിളിൻ്റെ ടോട്ടാലിറ്റിയിൽ എന്ത് ചെയ്യണം? ചേരണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇത്
പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് പ്രശ്നം. ഇത് നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ, എല്ലാവരും സമ്മതിച്ചാൽ, ഇവഞ്ച്വലി യു വിൽ ലാൻഡ് ആസ് എ യൂണിവേഴ്സലിസ്റ്റ്. ആൻഡ് അത് ബൈബിളിൻ്റെ മൊത്തം സാധനവും തകിടം മറിച്ച് കളയും. പക്ഷേ ഈ പറയുന്നവരാരും ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല. ഇവരാരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാ ലോകവും എല്ലാ മനുഷ്യരെന്നും പറയുമ്പോൾ ഈ പറയുന്നവോ പറയാതെ പറയുന്ന ഇനി ഒരു മനുഷ്യനും ശിക്ഷയില്ലെന്നും സകല മനുഷ്യരും നിത്യത പോകുന്നതാണ് ഇവ പറയാതെ പറയുന്നത്. പക്ഷെ അവർ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. അവരങ്ങ് വെറുതെ പറയുക എഫക്റ്റ് വരുന്നത് അവൻ വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളെന്ന്. അതെങ്ങനെ സംഭവിക്കുന്നേ? അത് സംഭവിക്കാൻ പറ്റത്തില്ല. വെദർ യു നോ ഓർ ഡു നോട്ട് നോ, ഇത് സംഭവിച്ചെങ്കിൽ നിന്റെ നീതീകരണം സംഭവിച്ചു. നമുക്കൊന്ന് ഉറപ്പിക്കാം, ഇത് സംഭവിച്ചവർ എല്ലാവരും ക്രിസ്തുവിൽ കൂടി കടന്നു പോകുന്നു. ബിക്കോസ് വിശ്വാസത്തിൻ്റെ ഓഥറും ഫിനിഷറും ആരാണ്? ക്രിസ്തുവാണ്, അത് നമ്മൾ അല്ല. ഓക്കെ, ഇനി 2 കൊരിന്ത്യർ 5:14-15 കൂടെ വായിച്ചേ. എക്സാക്ട്ലി, മച്ച് മോർ ഹ്യൂമൻലി പ്രസന്റബിൾ ആക്കാനുള്ള പാർട്ടാണ്. യെസ്, ക്രിസ്തുവിന്റെ സ്നേഹം ആ ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിച്ചിരിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ. നോക്കിയേ, ഇവിടൊക്കെ ഇവരെല്ലാം പറ്റുന്ന എന്താണെന്നറിയാം. ഇവർ ഈ വാക്യത്തിന്റെ ടോട്ടാലിറ്റി മനസ്സിലാക്കാതെ ആ വാക്യം എടുക്കുന്നേ. ആ വാക്യം ഏതാ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. മനസ്സിലായോ? ഇവര് പറഞ്ഞു നോക്കി, എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു? മരിച്ചു. എല്ലാവരും എന്ത് ചെയ്തു? ജീവിക്കുന്നവർ. അപ്പൊ മരിച്ചിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുക ഇനിയും ജീവിക്കുന്നവർ എന്ന്. അപ്പൊ ആ ജീവിച്ചവരാരാ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചാ മരിച്ചതാരാ? ക്രിസ്തു. അപ്പം ഇനിയും ജീവിക്കുന്നവർ എന്ന് പറയുമ്പോൾ ആരാണ്? ഈ മരിച്ചവരെന്ത് ചെയ്തു? അപ്പം ജീവിച്ചു. അപ്പം ഈ മരിച്ചവർ ജീവിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു മരിച്ചു, ക്രിസ്തു ഉയർത്തു, എന്ത് ചെയ്തു? കൂടെ മരിച്ചവരെ എന്ത് ചെയ്തു? ക്രിസ്തു ഉയർപ്പിച്ചു. അവരെ പറ്റിയാണ് ഈ പറയുന്നത് എന്ത്? ജീവിച്ചിരിക്കുന്നവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോഴും എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്ന് പറയുന്നത് സകല ലോകത്തിലുള്ള യൂണിവേഴ്സിലെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നല്ല എന്ത് ചെയ്യുന്നത്, അവർ ടേം ആക്കുന്നത്. ഈ മരിച്ചിട്ട് ക്രിസ്തു ഉയർപ്പിച്ചവരാണ് എന്ത് ചെയ്യുന്നത് അവിടെ. കാരണം ക്രിസ്തു സാക്ഷാൽ അറ്റോൺമെൻറ്റിന് പോകുമ്പം പറയുക, ഞാൻ മരിക്കുന്നത്, എൻ്റെ അറ്റോൺമെൻറ്റ് സകല ലോകത്തിനും അല്ലെന്നും എൻ്റെ അറ്റോൺമെൻറ്റ് ആർക്ക് വേണ്ടിയിട്ടാണെന്നും പറയുന്നത്. നീ എനിക്ക് തന്ന ലിമിറ്റഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുക. അപ്പം ഇവിടെ പറയുന്ന ഈ എല്ലാവരും ഏതെല്ലാവരുമാ? മനസ്സിലായോ? നിങ്ങൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഈ എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറയുക യേശു മരിച്ചത് നമുക്ക് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ലോകത്ത് എന്തോരം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ടല്ലേ. എന്തോരം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കർത്താവിനറിയാം. പക്ഷെ ഞാനിവിടെ നിന്നിട്ട് നിങ്ങളോട് ഞാനിപ്പം പറയുമ്പം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? ഞാനെന്താ പറയുന്നേ? എല്ലാവർക്കും വേണ്ടി. ആ എല്ലാവരും ആരാണ്? എല്ലാവരും അതിൻ്റെ ഉള്ളിൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ളതാണ് അവിടുത്തെ എന്ത് കോണ്ടെക്സ്റ്റ്. ഓക്കെ ആണോ? യാ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ആ എല്ലാവരും ഏതെല്ലാവരും അല്ല, മൊത്തം എല്ലാവരും എന്നുള്ള കോണ്ടെക്സ്റ്റിലല്ല. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരെല്ലാവരെയും എടുത്താൽ ബൈബിളിൻ്റെ കംപ്ലീറ്റ് ഉപദേശങ്ങൾ എന്ത് ചെയ്യും? ആ പറയുമ്പം ഈ മൊത്തം എല്ലാവരെയും എടുക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് കർത്താവ് ഒരാടിന് വേണ്ടിയിട്ട് 99 വിട്ടിട്ട് പോയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. ആ പറയുന്ന ആർക്കെങ്കിലും 10 ബ്രഹ്മ ഉള്ളത് ഒരെണ്ണം കളഞ്ഞു പോയപ്പോൾ 9 കൈ വെച്ചിട്ട് മറ്റേതിനെ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ നാട്ടുകാരെയും വിളിച്ച് തപ്പുന്നതിൻ്റെ മർമ്മം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ ഞാൻ പറയുന്നത്, ഇതിനെ ബൈബിളിൻ്റെ ടോട്ടാലിറ്റിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കാണാൻ. അതല്ലാതെ അടർത്തി മാറ്റി വാക്യത്തെ വാക്യമായിട്ട് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. എബ്രായ ലേഖനം 2:9 വായിച്ച്. ഇതെല്ലാം നമ്മൾ യൂണിവേഴ്സലുകാരുടെ വാക്യങ്ങളാണ് കേട്ടോ. മറ്റേ വാക്യങ്ങൾ നമ്മൾ ഓൾറെഡി വായിച്ച് തീർത്തു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരു കാഴ്ച വന്നു. ഇവിടെ പറയുന്നത് എന്താ? എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. അതായത് യേശു ക്രൂശി മരണം ആസ്വദിച്ചത്, യേശു ആസ്വദിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി യേശു എന്ത് ചെയ്തു? ആസ്വദിക്കുകയായിരുന്നു.
ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാലസമ്പൂർണ്ണതയ്ക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ എക്സിക്യൂഷൻ നടക്കുക. അതൊരു എന്തൊരു ആനന്ദകരമായ മൊമെൻറ്റാണ്, വിക്ടോറിയസാണ്. നമ്മുടെ ആൾക്കാർ അതിനെ പറഞ്ഞ് മറ്റേ സഹതാപവും കണ്ണീരുമാക്കി മാറ്റിയത്. ഇതിനെ കാണേണ്ടത് വിക്ടോറിയസാണ്. പൗലോസ് പറയാ, ഞാൻ ക്രൂശിൽ പ്രശംസിക്കുന്നു, എൻ്റെ പ്രശംസ ക്രൂശിലാണ്. അപ്പം ക്രൂശിൽ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്ന് പറയുക. നോക്കി എഗെയിൻ നമ്മൾ ഇവിടെ പറയുന്നത് നോക്കി, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് യേശു ക്രൂശിൽ മരണം ആസ്വദിച്ചെന്ന് പറയുക. എബ്രായ ലേഖനത്തിൻ്റെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എബ്രായ ലേഖനം ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് ഇത് പറയുമ്പം മറ്റേ നമ്മുടെ ചെറിയാണ് ഇതിൻ്റെ ഓതർ. ചെറി ഒക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാമായിരുന്നു. ആ സമയത്ത് ഒരു സിനിമ ഇറങ്ങിയ അതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ട്, അതുക്കും മേലേന്ന്. അപ്പോൾ ഞങ്ങൾ പറയും ആ ഒരു ഡയലോഗ് പഠിച്ചാൽ എബ്രായ ലേഖനം മൊത്തം കാണാതെ പഠിക്കാം. എബ്രായ ലേഖനം ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളില്ലേ, അവർക്ക് ഈ യഹൂദന്മാർക്ക് എന്തുണ്ട്? ഓർഡറുണ്ട്. അവരുടെ ഓർഡർ എന്താണ്? ദൈവം, ദൂതൻ, ദൂതൻ കഴിഞ്ഞാൽ മോശ കഴിഞ്ഞാൽ ദാവീദ്, അങ്ങനെ ഇവർക്കൊരു ഓർഡറുണ്ട്. ഇവരെയാണ് ഇവർ വലിയ ആൾക്കാരായിട്ട് കാണുന്നത്. അബ്രഹാം ഉണ്ട് എവിടെ? മോശയ്ക്ക് മുകളിൽ, ദൂതന്മാർക്കിടയിൽ അബ്രഹാം ഉണ്ട്. ഇവർ ഇങ്ങനൊരു ഓർഡറുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിൽ ഭയങ്കര പ്രൈഡാണ്. എബ്രായ ലേഖന കർത്താവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഓരോന്നിനെയും എടുക്കുക, ഓരോന്നിനെ എടുത്തിട്ട് പറയുക, ഓ നിങ്ങൾ പറയുന്ന ദൂതന്മാരുണ്ടെന്നല്ലേ, ദൂതന്മാരെക്കാട്ടിലും വലിയൊരുത്തനുണ്ട്, അവനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായം. 2-ാം അധ്യായം പറയുന്നത്, നിങ്ങൾക്ക് അബ്രഹാം ഉണ്ടോ? അബ്രഹാമിനെക്കാട്ടിലും വലിയൊരുത്തൻ. നിങ്ങൾക്ക് മോശയുണ്ടോ? മോശയെക്കാട്ടിലും വലിയവനെ പരിചയപ്പെടുത്താം. നിങ്ങൾ പറയുക നിങ്ങൾക്ക് ആരുണ്ട്? മോശയുണ്ടെന്ന്. അഹരോൻ ഉണ്ടെന്ന് പറയുക, അഹരോന്റെ പൗരോഹിത്യത്തിനെക്കാട്ടിലും വലിയ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിലുള്ള ഒരുത്തിനെ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് എന്ത്? എബ്രായ ലേഖനം. ആ സിമ്പിൾ ആസ് ദാറ്റ്. എന്ത് അവർ പറയുന്നു അതുക്കും മേലെ ഒരുത്തനുണ്ടെന്ന് ഇവർ പറയുന്നതാണ് എന്ത്? എബ്രായ ലേഖനം. അപ്പൊ ആ എബ്രായ ലേഖനത്തിലെ പറയുന്ന വാക്യമാണ് ഇവിടെ ഇത് പറയുന്നത്. ഇത് ഓൾറെഡി ആരോടാ പറയുന്നേ? സഭയിൽ വന്ന എലക്റ്റഡ് വൺസ് വന്ന കൂട്ടായ്മയോടാണ് ആര് പറയുന്നത്? അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, മരണം ആസ്വദിച്ചു എന്ന് പറയുമ്പം ആ എല്ലാവരും നോട്ട് ദ എൻറ്റയർ വേൾഡ് എല്ലാവരും അല്ല. യെസ്, നമുക്ക് വേണ്ടി മാത്രമല്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാനിവിടെ പറയുമ്പം നമുക്ക് വേണ്ടി മാത്രം കർത്താവ് മരിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ അത് എന്തല്ല, ബിബ്ലിക്കലി ശരിയല്ല. കാരണം ഇതിന് പുറത്തും എന്തോരം ഈ ലോകത്ത് സാക്ഷാ ബൈബിൾ പറയാ സകല ഭാഷയിലും വംശത്തിലും ജാതിയിലും ഉള്ളവരുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആരാ പറയാൻ? മലയാളികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പറയണം? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ആ എല്ലാവരും ഡസിൻ മീൻ ലോകത്തുള്ള എല്ലാവരും ഇന്നലെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് ക്രൂശിച്ചിട്ട് പോയവനും ആണെന്നല്ല ഇതിനർത്ഥം. ആ എല്ലാവരും ദ എലക്റ്റഡ് വൺസ് ഇൻ ഓൾ കാറ്റഗറി എന്നുള്ള അർത്ഥത്തിലാണത് ടൈം ചെയ്യപ്പെടുന്നത്. എഗെയിൻ ഇഫ് യു ഗോ വിത്ത് ദാറ്റ് എല്ലാവരും യു ലാൻഡ് ഇൻ എന്ത് യൂണിവേഴ്സലിസ്റ്റായി മാറും. അത് എഗെയിൻ ഇൻഡയറക്ട്ലി നിങ്ങൾ ഒരു മനുഷ്യനും നരകത്തിൽ പോകത്തില്ലെന്നും ഉള്ള വാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു നിർത്താവേ. 1 യോഹന്നാൻ 2:2 വായിച്ചു. പിന്നെ ആ വാക്യം എടുത്തു വെച്ചു. അത് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാനിത് പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം എന്താ പറയണ്ടേ, ഏത് കാര്യത്തിൽ ഇപ്പം നമ്മൾ കൊരിന്തിലെ വായിച്ചില്ലേ, കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വാക്യം വായിച്ചില്ലേ? ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊന്നും 2:2 പൗലോസ് കൊരിന്തിന് എഴുതുന്നത്. പൗലോസ് എഴുതുന്നത് എന്തായിട്ടാണ്? ഒരു കത്തായിട്ടാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളാ, നേരെ ഇതിൻ്റെ സല്യൂട്ടേഷനിൽ പോയാൽ മതി. റോമാലേഖനം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം അവിടെ നിർത്തി പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൈവം സ്നേഹിച്ചവരും വിളിച്ചവരും വിശുദ്ധന്മാർക്കുമാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നതെന്ന് അന്നേരം ഞാൻ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇനിയും പറയാൻ പോകുന്നതെല്ലാം ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അതിലുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഡെപ്ത് ഇപ്പം മനസ്സിലായോ? പൗലോസ് തുടക്കത്തിലേ പറയുക, ഞാനിത് എഴുതുന്ന ആർക്കാ? തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നതെന്ന്. പിന്നെ താഴോട്ട് വന്നിട്ട് അവിടെ ലോകമുള്ളതെന്ന് പറയുമ്പോൾ മേളിലെ ഇടയിൽ ആരൊക്കെ എഴുതിയെന്ന് നോക്കിയാൽ പോരെ. 1-ാം അധ്യായത്തിൻ്റെ 1-ൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർക്കെന്ന് എഴുതിയിട്ട് ഇതൊക്കെ വിട്ടിട്ട് 10-ന്റെ 1 പോയിട്ട് ഒരാൾ പറയുക, നോക്കൂ സകല ലോകത്തിനൊന്നും പറഞ്ഞാൽ ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് പേജിൽ ഇത് എന്താ ആർക്കെ എഴുതിയേക്കുന്നതെന്ന് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എഴുതുക, എത്രയും പ്രിയപ്പെട്ട സില്ലയ്ക്ക് എന്ന് ഞാൻ എഴുതി. അപ്പോൾ ആർക്കാണ് ഞാൻ എഴുതുന്നത്? സില്ലയ്ക്ക്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് 17-ാമത്തെ പേജിൽ ഞാൻ എഴുതിയിരിക്കുക നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇതെടുത്ത് വായിച്ചിട്ട് നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ എടാ ഇത് ആർക്കാ പറഞ്ഞിരിക്കുന്നത്? നീ പോയി വായിക്കുക. ഇത് പറഞ്ഞിരിക്കുന്ന ആർക്ക്? എത്രയും പ്രിയപ്പെട്ട സില്ലയ്ക്കെന്ന് മേളിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടിട്ട് ഇത് വായിച്ചാൽ
സഹതാപം അല്ലാതെ എന്താണ് പറയേണ്ടത്? അല്ല ഞാൻ പറഞ്ഞത് അത് വിട്ടിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ആരും സല്യൂട്ടേഷൻ ഒന്നും വായിക്കത്തില്ല. നമ്മൾ മറ്റേ 2 വാക്യം കഴിഞ്ഞിട്ടേ കോണ്ടന്റ് തൊട്ടേ വായിച്ചു തുടങ്ങത്തുള്ളൂ. എല്ലാ ലേഖനങ്ങളിലും പൗലോസ് എടുത്തു പറയുക. ഫിലിപ്പ് ലേഖനം എടുത്തു വായിക്കുക, എല്ലാവർക്കും എഫെസ്യ ലേഖനം എടുത്തു വായിക്കുക. എബ്രായ ലേഖനം നമ്മൾ പറയാത്തത് തന്നെ സല്യൂട്ടേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പൗലോസ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കാത്തത്. ബട്ട് സ്റ്റിൽ ഏത് ലേഖനം എടുത്താലും ആദ്യമേ എഴുതി വെക്കുക, കർത്താവ് വിളിച്ചവർക്കും വേർതിരിക്കപ്പെട്ടവർക്കും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും വിശുദ്ധന്മാർക്കും ഞാൻ എഴുതുന്നതെന്ന് പറയുക. എന്നിട്ട് താഴെ വന്നിട്ട് പറയുക അതേ പറയുന്നത് മൊത്തം ലോകത്തിനുമാണ്. അതെങ്ങനെ ശരിയാകുന്നത്? നിങ്ങൾ വിശുദ്ധന്മാർക്ക് എഴുതുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അവിടെ ഉള്ളവരും ഉണ്ട്, അവരെയും കൂടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി നമ്മൾ ഒരു വാക്യത്തെ എടുത്താൽ യു വിൽ നെവർ സക്സീഡ് അണ്ടർസ്റ്റാൻഡിങ് ബൈബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്നവരോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പൊട്ടുകയും ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, ഇവൻച്വലി ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈ മുഴു ലോകം എല്ലാവർക്കും ഇങ്ങനൊന്നും പറയുന്നത്, എല്ലാവരും എന്താണ്, എല്ലായിടത്തും ആൾക്കാരുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എല്ലാവരും എന്ന് പറയേണ്ടി വരും. ആ കോണ്ടെക്സ്റ്റിലാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളിലും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വാക്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് അർമേനിയൻ വ്യൂവിലെ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വേറെ വാക്യങ്ങളുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ബ്രിങ് ഇറ്റ്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം. ഏതാത്? വായിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഞാനിപ്പോൾ ഓൾറെഡി ഞാനത് പറഞ്ഞു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിനെന്ന് പറയുമ്പം ആരോടാ സംസാരിക്കുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങളോട് പറയാം യേശു ക്രൂശി മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ പറയാം നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ എന്നും പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സലിസ്റ്റ് ആയോ? ആ സർവ്വലോകവും ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു നമ്മൾ 4 പേരല്ല, നമ്മൾ 20 പേരിലേക്ക് ഒതുങ്ങി നിൽക്കുന്നതല്ല. സകല ലോകത്തിലും സകല ഭാഷയിലും സകല വംശത്തിലും സകല ജാതിയിലുമുള്ള ആളുകൾ എന്തുണ്ട്, ഈ നമ്മുടെ വിശ്വാസത്തിന് കൂട്ടവകാശികളാണ്. അവരെയാണ് അവിടെ ടൈം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ എന്താണ്, വാക്യങ്ങൾ എടുത്തിട്ടാണ്. ഇനി ആൾക്കാർക്ക് യൂട്യൂബിൽ ഒരാൾ ഈ കമൻറ്റ് വിട്ടിട്ടുണ്ട്, ആൾക്കാർ ഇൻഷുറൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഉപദേശങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ അകത്തൊരു അപകടം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, മറ്റേ മണവാളൻ്റെ സദ്യ ഒരുക്കുന്ന രാജാവിനെ പറ്റിയിട്ട്, പ്രിൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, സദ്യ ഒരുക്കുന്ന രാജാവിനെ പറ്റിയിട്ട്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, എല്ലാവരെയും വിളിച്ച ആളുകൾ എന്ത് ചെയ്തില്ല, വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, തെരുക്കോണി പോയി അവിടെ ഉള്ളവരെ എന്ത് ചെയ്തു, വിളിച്ചിട്ട് എന്ത് ചെയ്തു, അവർ വന്നു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, ബേസിക്കലി ഇവിടെ ഇവർ പറയുന്ന, അപ്പോൾ ഇലക്ഷൻ എന്ന് പറയുന്ന വിളിച്ചവർ എന്ത് ചെയ്തില്ല, വന്നില്ല. പക്ഷേ വേറെ ആൾക്കാരെ അന്നേരം വിളിക്കേണ്ടി വന്നു. അപ്പോൾ ഇവർ പറയുന്ന ഇലക്ഷൻ എന്നുള്ള കോൺസെപ്റ്റിനെ ആളുകൾ എന്ത് ചെയ്യും, ഇത് പറയും. അപ്പോൾ ഈ കമൻ്റ് ഇട്ടിരിക്കുന്ന പുള്ളി ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് തോന്നുന്നു, പുള്ളി ഒരു കണ്ടീഷണൽ ഇലക്ഷൻ പുള്ളി അത് പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ ബേസിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നതെന്നും പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബൈബിൾ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, കവനൻസുകളെ പറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടോ? യേശു കർത്താവ് വന്നപ്പോൾ ഏത് കവനൻ്റ് ആയിരുന്നു എഫക്റ്റീവ്? യേശു കർത്താവ് ഭൂമി ജനിച്ചത് ആരായിട്ടാ? അല്ല, ഓക്കെ, ഏത് വംശത്തിൽ യേശു കർത്താവ് ജനിച്ചേ? യഹൂദനായിട്ട് ജനിച്ചു, യഹൂദനായിട്ട് വളർന്നു, യഹൂദനായിട്ട് ജീവിച്ചു, യഹൂദനായിട്ട് മരിച്ചു. യേശു കർത്താവ് യഹൂദനായിട്ട് ജനിച്ച് ജീവിച്ച് മിനിസ്ട്രി ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ടുള്ള കവനൻ്റ് ഏതാ? മോശെ കവനൻ്റ്. എബ്രഹാമിക് കവനൻ്റ് ഉണ്ട് ഫോർ ഷുവർ. വേറൊരു കവനൻ്റ് ആപ്ലിക്കബിൾ, ഡേവിഡിക് കവനൻ്റ്. ഏത്? നിന്റെ സന്തതി എറ്റേണലായി വാഴും എന്നുള്ളത്. അതൊക്കെ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ യഹൂദന്മാർ അന്നേരം ലിറ്ററലി ജീവിക്കുന്ന ഏത് കവനൻ്റിലാ? മോശെ കവനൻ്റ്. അതുകൊണ്ടാണല്ലോ അവർ വന്നിട്ട് പറയുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിൽ ഇത് പറയുന്നു, നീ എന്ത് പറയുന്നു? യേശു കർത്താവ് പറയാം, മോശ അങ്ങനെ പറഞ്ഞോട്ടെ, പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മുടെ പുതിയ നിയമസഭ കെട്ടിപ്പടുത്തിരിക്കുന്നത് എവിടുന്നാ? ഈ ഞാനോ നിങ്ങളോട് പറയുന്നതിൽ നിന്നാണ് പുതിയ നിയമസഭ കെട്ടിപ്പടുത്തിരിക്കുന്നത്. നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തിൽ അത് പറയുന്നുണ്ടെന്നുള്ളതല്ല നമ്മുടെ. ഉദാഹരണം പറഞ്ഞാൽ എന്താ പറയണ്ടേ, വ്യഭിചാരം ഹേതുവായിട്ട് സ്ത്രീയെ ഉപേക്ഷിക്കാൻ മോശയുടെ ന്യായപ്രമാണം പറയുന്നു.
കർത്താവ് പറയാം, അത് അവരുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് പറഞ്ഞത്. ഞാനോ നിങ്ങളോട് പറയുന്നു, ഇന്ന കാരണം കൊണ്ട് അല്ലാതെ സ്ത്രീ ഉപേക്ഷിക്കുന്നവരെല്ലാം എന്താണ്, ഉപേക്ഷണ പത്രം കൊടുക്കുന്ന മോശയ്ക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്തല്ല, ദൈവം സ്റ്റാൻഡേർഡുകളെ മാറ്റുക. അപ്പോൾ മോശയുടെ കവനൻറ്റിനെ ദൈവം എന്ത് ചെയ്യുക, തിരുത്തുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോശെ കവനൻ്റ് അനുസരിച്ചിട്ട് ക്ലെൻലിനെസ് ഉണ്ട്, ലോ ഓഫ് ക്ലെൻലി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്, ഡയറ്ററി ലോ, സിവിൽ ലോ, മോറൽ ലോ, സെറിമോണിയൽ ലോ. അപ്പം ഈ ലോ വെച്ചിട്ട് ശവത്തെ കാണുന്നവൻ എന്താ, അശുദ്ധനാണ്. രക്തസ്രാവമുള്ള സ്ത്രീ എന്താ, അശുദ്ധനാണ്. പിന്നെ എന്താണ്, കുഷ്ഠരോഗി എന്താണ്, അശുദ്ധനാണ്. യേശു കർത്താവിനെ രക്തസ്രാവമുള്ള സ്ത്രീ തൊട്ട് യേശു കർത്താവ് അശുദ്ധനായോ? അവർക്ക് സൗഖ്യം വന്നു. മരിച്ച ലാസറിൻ്റെ അടുത്ത് യേശു കർത്താവ് എന്നിട്ട് പുറത്തു വന്ന് പറഞ്ഞു, യേശു കർത്താവ് അശുദ്ധനായോ? ലാസറിൻ്റെ ജീവൻ വന്നു. കുഷ്ഠരോഗി വന്നിട്ട് യേശു കർത്താവിനെ തൊട്ടു, യേശു കർത്താവ് അശുദ്ധനായോ? അവന് സൗഖ്യം വന്നു. തൊട്ട് സൗഖ്യമാക്കി. യെസ്. അപ്പൊ ബേസിക്കലി നോക്കിയാൽ മോശയുടെ എന്ത് നിയമങ്ങളെ അടപടലം യേശു കർത്താവ് എന്ത് ചെയ്യുക, തിരുത്തി കുറിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുവിശേഷങ്ങളിൽ ഏതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുവിശേഷങ്ങളിൽ അന്ന് നടന്ന സംഭവങ്ങളും യേശു കർത്താവ് പറഞ്ഞ ഉപമകളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ഇത് ഏത് കവനൻറ്റിൻ്റെ കീഴിൽ നിന്നിട്ട് ആരോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ 70 പേരെ സെലക്ട് ചെയ്തിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു, അയച്ചു. അപ്പോൾ യേശു കർത്താവ് അവരോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ എന്തായിരുന്നു, ഇസ്രയേലിൽ നിന്ന് തെറ്റിപ്പോയ ആടുകളുടെ വീട്ടിലല്ലാതെ ഒരു ശമര്യരുടെ വീട്ടിലോ ജാതികളുടെ അടുത്തോ പോകരുത് എന്ന് യേശു കർത്താവ് പറഞ്ഞു. അതെന്തിന് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞു? അപ്പം സുവിശേഷം ബാക്കിയുള്ളവർക്ക് വേണ്ടായിരുന്നോ? ശമര്യക്കാർക്കും ജാതികൾക്കും ഒന്നും വേണ്ടിയിട്ടല്ലേ യേശു കർത്താവ് വന്നത്? യഹൂദിന് വേണ്ടി മാത്രമായിരുന്നു യേശു കർത്താവ് വന്നത്. എന്തുകൊണ്ട് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്രസംഗിക്കപ്പെട്ടത് എന്താണ്, രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. ഏത് രാജ്യത്തിൻ്റെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരം. ഇത് ആരോടാണ് പറയുന്നത്? കോൾ ഫോർ, ലാസ്റ്റ് കോൾ ഫോർ ജൂ. യഹൂദിന് കൊടുക്കുന്ന അവസാനത്തെ കോളാണ്. അത് രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. രക്ഷയുടെ സുവിശേഷം അപ്പോഴും എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. രക്ഷയുടെ സുവിശേഷം യേശു കർത്താവിൻ്റെ മിനിസ്ട്രി ഫുള്ള് അതിൻ്റെ സ്റ്റാൻഡേർഡ് യേശു കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചു. ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് വന്നിട്ട് അടുത്ത 40 ദിവസം അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ പോകും. ശമരിയയിലും, ആദ്യ യെരുശലേമിൽ, പിന്നെ ആദ്യ യഹൂദിയയിലോ, പിന്നെ ശമരിയയിലോ, പിന്നെ ഗലീലിയിലോ, പിന്നെ എല്ലായിടത്തും പോയി. ഇനിയും നിങ്ങൾ പോയിട്ട് യഹൂദൻ്റെ വീട്ടിൽ മാത്രമല്ല, ഇവിടെ എല്ലാം പോയി എന്ത് പറയണം, രക്ഷയുടെ സുവിശേഷം പറയണം. അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു ഉപമ എടുത്തിട്ട് നമ്മൾ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് രക്ഷയുടെ അണ്ടറിലെ ഇലക്ഷനെ പറ്റി പറയുമ്പം നമുക്കൊരിക്കലും ഇത് പ്ലേസ് ചെയ്യാൻ, നമ്മൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇനിയും മറ്റേ സ്ത്രീയോട് യേശു കർത്താവ് പറയുക, മക്കളുടെ അപ്പം എടുത്തിട്ട് നായ്ക്കുട്ടികൾക്ക് തരത്തില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴും എന്ത് വന്നിട്ടില്ല, രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല, ക്രൂശ് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും യഹൂദൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സോക്കോൾഡ് യഹൂദൻ്റെ ഉള്ളിൽ രാജ്യത്തിൻ്റെ സുവിശേഷം നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ജാതികയായ സ്ത്രീ വന്നിട്ട് പറയുമ്പോൾ, കർത്താവ് കുറവ, എനിക്കിപ്പോഴും എന്തില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല, ഇപ്പോഴും എനിക്ക് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ വിശ്വാസം എന്ത് ചെയ്തു, അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഇൻസിഡൻറ്റിനെ എടുത്തിട്ട് ഇവർ പറയുന്നൊരു കാഴ്ച, ഇതുപോലെ ഈ കണ്ടീഷണൽവാദികൾ പറയുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് യെരുശലേമിനെ നോക്കി പറയുന്നൊരു സംഭവമുണ്ട്, യെരുശലേമേ യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കും പോലെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അല്ലേ? ആ പോർഷൻ ഇല്ലേ, പ്രവാചകന്മാരെ കൊല്ലുകയും അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്തവളെ, ഈ പോർഷൻ. ഇത് കണ്ടിട്ട് ഇവർ പറയുന്നത് നോക്കി, യേശു കർത്താവിന് മനസ്സായിരുന്നു എന്ത്, അവരെ ചേർത്ത് വെക്കാൻ. പക്ഷേ അവർക്ക് എന്തായില്ല, മനസ്സായില്ല എന്നുള്ള പറയുകയാണ്. അപ്പോൾ അവരുടെ മനസ്സായില്ല എന്ന് പറയുന്നത് അപ്പോഴും എന്തിന്, ഗോഡ് സോവർണിറ്റി എന്ത് ചെയ്യുക, സപ്രസ് ചെയ്യപ്പെടുകയാണ് ഇവർ ഈ പറയുന്ന വാദത്തിൽ. മനസ്സിലായോ? നമ്മളും അവിടെ മനസ്സിലാക്കേണ്ട, യേശു കർത്താവ് ആരോടാണ് സംസാരിക്കുന്നത്? യെരുശലേമിനെ നോക്കി, യെരുശലേമിനോട്, യെരുശലേം എന്ന് പറയുന്ന നേഷൻ്റെ കോളിനെ പറ്റിയിട്ടാണ് യേശു കർത്താവ് അവിടെ സംസാരിക്കുന്നത്. യേശു കർത്താവ് മുഴുവൻ മനുഷ്യനും ഉണ്ടാക്കുന്ന സാൽവേഷനെ പറ്റിയിട്ടല്ല അവിടെ സംസാരിക്കുന്നത്. മുഴുവൻ മനുഷ്യൻ്റെ സാൽവേഷനിൽ നോക്കുമ്പോൾ ഈവൻ ഇസ്രായേലിനെ സെലക്ട് ചെയ്തത് പോലും അവൻ്റെ മെറിറ്റ് കണ്ടിട്ടല്ല. മറ്റുള്ളവർ നിങ്ങളെക്കാട്ടിലും നല്ലതായിരുന്നു, പക്ഷെ സ്റ്റില്ലായി ചോസ് ചെയ്തു. ഏശാവ് നിന്നെക്കാട്ടി നല്ലതായിരുന്നു, പക്ഷെ ഞാൻ ഏശാവിനെ വെറുത്തു. ഞാൻ എന്ത് ചെയ്തു, യാക്കോബിനെ സ്വീകരിച്ചു. മറ്റേ നോഹയ്ക്ക് എന്ത് കിട്ടി, കൃപ ലഭിച്ചു. മേരിക്ക് എന്ത് കിട്ടി, കൃപ ലഭിച്ചു. നമ്മളൊക്കെ വാഴ്ത്തിപ്പാടുന്ന, എല്ലാ ചർച്ചകളിലും എല്ലാ ഞായറാഴ്ചയും എടുത്തു വായിക്കുന്ന ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ, ദാവീദിനെ പോലെ ന്യായപ്രമാണം ലംഘിയായ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ബൈബിളിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു മനുഷ്യനെ 10 കൽപ്പനകളും ഇതേപോലെ എണ്ണി ലംഘിച്ച വേറൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ?
കൊല ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, അന്യൻ്റെ ഭാര്യയെ മോഹിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ലിസ്റ്റ് ഇട്ടോളൂ. അതെല്ലാം ചെയ്ത ഒരു മനുഷ്യൻ ദാവീദിനെ പോലെ വേറൊരാളെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ? പക്ഷേ ഡേവിഡിക് കവനൻ്റ് ഇപ്പോഴും ആപ്ലിക്കബിളാണ്. ദാവീദിനോട് ദൈവം ചെയ്ത് ഉടമ്പടിക്ക് മാറ്റം ഉണ്ടായില്ല, അത് ഇപ്പോഴും ആപ്ലിക്കബിളാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദാവീദ് പറയാ, ദൈവമേ തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല, ദൈവമേ നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. ആ റിപ്പൻറ്റൻസ് ഡേവിഡിനുണ്ടായോ എന്നുള്ളതാണ് ദ പോയിന്റ് ഈസ്. ആസ് ലോങ് ആസ് ഹീ ഈസ് എലക്റ്റഡ്, അവനെ തള്ളിക്കളഞ്ഞില്ല. ഇന്നും ഞാൻ ഈ സംസാരിക്കുമ്പോഴും 1000 ആണ്ട് വാഴ്ച ഈസ് വെയിറ്റിംഗ്, ബിക്കോസ് ദാവീദിനോട് പറഞ്ഞു നിൻ്റെ സന്തതി എന്ത് ചെയ്യും, വാഴുമെന്ന് പറഞ്ഞൊരു സാധനം വെയിറ്റിംഗ് ആണ്. സോ ദി എൻറ്റയർ ബൈബിൾ, നിങ്ങൾ അൺകണ്ടീഷണൽ ഇലക്ഷൻ അല്ലാതെ ദാവീദിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് കണ്ടീഷണൽ ഇലക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദാവീദ് ഡിഡ് നോട്ട് കീപ്പ് എനി കണ്ടീഷൻസ്. ആകെ അവനിൽ ഉണ്ടായിരുന്നത് ഡീമെറിറ്റ് അല്ലാതെ ഒരു മെറിറ്റും ഇല്ലായിരുന്നു. ലൈക്ക് സ്പ്രോൾ സെഡ്, when God looks at humans, he sees, only demerit. ഒരു മെറിറ്റും ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ബൈബിൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതായിപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. വേറാസ് ബൈബിൾ സേസ് എലക്ഷൻ എന്തായിരുന്നു? എലക്ഷൻ ഉണ്ടായിരുന്നു. ആ എലക്ഷൻ അൺകണ്ടീഷണൽ ആയിരുന്നു. ആ അൺകണ്ടീഷണൽ എലക്ഷനിൽ കൂടി കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ലിമിറ്റഡ് ആയിട്ട് കർത്താവ് എന്ത് ചെയ്തു? ദോ ഇറ്റ് വാസ് സഫിഷ്യൻറ്റ് ഫോർ ഓൾ, ബട്ട് ഹി കെപ്റ്റ് ഇറ്റ് ലിമിറ്റഡ് ഫോർ ദ എലക്ട്. അവർക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ചു. ആ മരിച്ചവർക്ക് എന്തുണ്ട്? ആകയാൽ ദൈവം നീതീകരിച്ചവരെ 6 കുറ്റം വിധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, പണ്ടിതൊന്നും അല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ യേശു കൃപയാൽ ക്രിസ്തുവിൽ കൂടി സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിങ്കിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആട്ട്. സി, നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഹോൾ പോയിന്റ് എന്താണെന്നറിയാമോ? ഇത് നമുക്ക് മറ്റൊരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബില്ലി ഗ്രഹാം ഒരു വലിയ പ്രീച്ചറാണ് അല്ലേ? ബില്ലി ഗ്രഹാം എന്തായിരുന്നു? കണ്ടീഷണൽ എലക്ഷൻ വിശ്വസിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നാളെ കേൾക്കരുത് എന്നല്ല ഈ പറയുന്നതിൻ്റെ പോയിന്റ്. ആസ് ലോങ് ആസ് ആ മെസ്സേജ് നിങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ റിപ്പൻറ്റൻസിലോട്ട്, പാപബോധം നിങ്ങൾ ഉണർത്തുന്നുണ്ടെങ്കിൽ യു ലിസൺ ടു ദാറ്റ്. പക്ഷേ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഉറച്ചിരിക്കുക എന്നുള്ളത് എന്താണ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പോയിന്റാണ്. എസ്പെഷ്യലി വെൻ വി സ്റ്റാൻഡ് ആസ് എ ചർച്ച്. 2 പേര് യൂണിവേഴ്സലിസ്റ്റും, ഒരാൾ ലിമിറ്റഡും, മറ്റേ ആൾ കണ്ടീഷണലും, ഇപ്പുറത്തെ ആൾ അൺകണ്ടീഷണലും. ആരെന്തേലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോട്ടെന്ന് പറഞ്ഞിട്ട്, ദാറ്റ്സ് നോട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ഒന്നാണ്. ആ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മൈൻഡിലും എല്ലാത്തിലും നിങ്ങൾക്ക് ഒരൊറ്റ തിയോളജി പാടുള്ളൂ. സോ ആസ് എ ചർച്ച് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മളെല്ലാവരും വി കം ടു ദ സെയിം പോയിന്റ് ആൻഡ് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സെയിം പെർസ്പെക്റ്റീവ്. അതുകൊണ്ടപ്പം നമുക്കുള്ളിൽ ഉണ്ടാകുന്ന ആത്മീയ വർധനകളും നമുക്കുള്ളിൽ ഉണ്ടാകുന്ന എന്താണ് പരസ്പരം പറയുന്ന മെസ്സേജുകളും എല്ലാം ഇറ്റ് കംസ് ഫ്രം ദ സെയിം ബേസിസിൽ നിന്ന് വരും. അപ്പം നോക്കിക്കേ, എലക്ഷൻ എന്തായിരുന്നു? എലക്ഷൻ ഉണ്ടായിരുന്നു. എലക്ഷൻ അൺകണ്ടീഷണൽ ആയിരുന്നു. ആ എലക്ഷനിൽ അൺകണ്ടീഷണലായി ദൈവം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? ലിമിറ്റഡ് ആയിട്ട് അറ്റോൺമെൻറ്റും നടത്തി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ആഴ്ച അഗെയിൻ വി കം ബാക്ക് ടു സാൽവേഷൻ, ബിക്കോസ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് സാൽവേഷനിലാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട്, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, മറ്റേ ആളെ കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അത് മൈൻഡിലേക്ക് എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ആ പ്രശ്നം, അതിനു മുമ്പ് ഞാൻ ഈ പറഞ്ഞ മറ്റേ ട്രൂ അഷുറൻസ് ആൻഡ് ഫോൾസ് അഷുറൻസ് പറയും. അത് സാൽവേഷൻ പറയുമ്പോൾ പറയും. സാൽവേഷനിലെ ട്രൂ ആൻഡ് ഫോൾസ്. എന്നിട്ട് നമ്മൾ ഇതാണ് റിഫോംഡ് തിയോളജി. ബേസിക്കലി യേശു കർത്താവ് ഇതൊക്കെ പഠിപ്പിച്ചിട്ട് പോയി. AD 3-ാം നൂറ്റാണ്ടിൽ സഭ ചിന്നി. പിന്നെ കാത്തലിസിസം വന്നിട്ട് വേറെ എന്തൊക്കെയോ പഠിപ്പിച്ചു. പാവമോചന ചീട്ടൊക്കെ വിൽക്കാൻ തുടങ്ങി. നിങ്ങൾ പൈസ കൊടുത്ത് ചീട്ട് വാങ്ങിച്ചാൽ എന്താണ് നിങ്ങളെ പാവം മോഹിച്ച് കിട്ടുമെന്നൊക്കെ പറയുന്നതൊക്കെ പഠിപ്പിക്കലൊക്കെ ഉണ്ടായി. പെനൻസ് അല്ലേ? അതിനൊക്കെ ശേഷം റിഫോംഡ് തിയോളജി വീണ്ടും, അത് എല്ലാ കാലത്തും ദൈവത്തിൻ്റെ എലക്റ്റഡ് വൺസ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർട്ടിൻ ലൂതറാണ് അതിനൊരു സ്ട്രോങ് മൂവ്മെൻ്റ് എടുത്ത് ഒരു വലിയ വേവ് കൊണ്ടുവന്ന ആളായിരുന്നു. മാർട്ടിൻ ലൂതറായിരുന്നു. അന്ന് തൊട്ടുണ്ടായതാണ് നമ്മൾ സോ കോൾഡ് റിഫോംഡ് തിയോളജി. ഈ റിഫോംഡ് തിയോളജിക്ക് ശേഷം ഉണ്ടായ ഹോളിനെസ് മൂവ്മെൻറ്റുകൾ, വെസ്ലിയൻ പെർഫെക്ഷനിസം, പെൻഡക്കോസ്റ്റലിസം, ഇങ്ങനെയൊക്കെയുള്ള കെസ്റ്റിക് തിയോളജി, ഇതൊക്കെ കേട്ടാലും അല്ല ഇതിൻ്റെ ഇൻഫ്ലുവൻസിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഫൈനലി നമ്മൾ പഠിച്ച് നമ്മൾ നിർത്തും. എന്നിട്ട് നമ്മൾ വി ഗോ ബാക്ക് ടു റോമൻസ് 4.
റോമൻസ് 4 ഒക്കെ ഇനി നമ്മൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ റോമൻസ് 4 എടുത്ത് വായിച്ചാൽ മനസ്സിലാകും നമ്മുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാ? വിശ്വാസത്താലാണല്ലോ. പ്രവൃത്തിയാലാണെങ്കിൽ അബ്രഹാമിന് പ്രശംസിപ്പാൻ വഴിയുണ്ട്. ഇനി അത് ആരെയും നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് തരണോ? ആ സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? രാജുവച്ചൻ ഇപ്പൊ പാട്ട് പാടും. ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണോ?